എന്റെ ദൈവമേ, എത്ര വർഷം വേനലായിട്ട് കിടന്നൊരു നാടായത് അവസാനം ഒരു യാഗം നടത്തിയിട്ടാണെങ്കിലും മഴയൊന്ന് പെയ്ച്ചല്ലോ. എന്റെ പൊന്നു ഋഷിശൃംഗ, നിനക്ക് ഒരുപാട് നന്ദിയുണ്ടേ. നാളെ തൊട്ട് പുല്ല് കുളിക്കണം, അത് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. എന്തൊരു മഴ ഭഗവാന്, ഇത് പെയ്യിപ്പിച്ചത് ഞാൻ, ഇത് നിർത്താനും പെടുന്ന പാട് ഭഗവാൻ. ഇത് എന്തിങ്ങനെ നിക്കുന്നത് ഈ മഴ? ഇതിങ്ങനെ ആ വൈശാലിയാണെങ്കിൽ കാണാനും ഇല്ല. ഇത് ആര് കടയുടെ ഫ്രണ്ട് കിടന്ന് പിറുപിറുത്തോണ്ട് വരുന്നത്? നാം ഋഷിശൃംഗൻ. ഒയ്യോ, അടിക്കല് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പേര് മാറ്റാം. ഉച്ചിമുടിന്ന് വിളിച്ചാലും മതി, ഉച്ചിമുടിന്ന് വിളിച്ചാലും മതി. അതല്ലെന്ന് പൊടി തൊടുത്തിട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. മഹാനുഭവ, ഞങ്ങളുടെ വേനല് മാറ്റി മഴ പെയ്ച്ചെന്ന മഹാനുഭവ, അങ്ങക്ക് കോടി പ്രണാമം. അടുത്ത സീങ്കത്ത് ഏതാണ്? കൊട്ടാരമാണോ അതാ പൂങ്കാവനാണോ? അല്ല ബാലയ സീനല്ലേ? ബാല കളിച്ചതല്ല, പിന്നെ നിങ്ങളെ കണ്ടതിൽ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, സ്കിറ്റിലുള്ള പറഞ്ഞാൽ മതി, കൈ നിട്ടാ പോവും, അറിയാം. പിന്നെ യാഗമൊക്കെ എങ്ങനെ പോയി? യാഗം എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ ഞാൻ നിർത്തി അങ്ങ് പൊരിച്ച്. അവസാനത്തെ എന്റെ ഒരു ചെയിൻ സോങ് ഉണ്ടായിരുന്നു, സിരിക്കി വെച്ചാ സിക്കാപ്പക്കാ ബോൾ. ആ സമയത്ത് എന്റെ പൊന്നെ മഴ ചറപറാ ഇഞ്ഞ് വീണ് 2 ആലിപ്പഴ എക്സ്ട്രാ ആയിട്ട്. എനിക്ക് വരാൻ പറ്റില്ലെന്നേ, ഭാര്യ മക്കളൊക്കെ വന്നു, എനിക്ക് വരാൻ പറ്റില്ല. എന്ത് പറ്റി വരാൻ പറ്റാത്ത? ഈ സ്ഥാപനം നമ്മൾ ഇങ്ങനെ തുറന്നിട്ടിട്ട് കള്ളന്മാരെന്തെങ്കിലും എടുത്തോണ്ട് പോകൂലേ? ശരിയാണ്, കള്ളന്മാര് ഈ വാഴയ്ക്കൊപ്പം വടയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 4 തലമുറയ്ക്ക് ജീവിക്കും. അല്ലേ? അതുകൊണ്ട് പാടാണ്, വരാത്ത എന്തായാലും നന്നായി. ഋഷിശൃംഗന് ഒരു ചായ വേണോ അതോ ചായ വേണോ? അല്ല, ചായ വേണം. ഓ, അപ്പൊ ചായ മാത്രമേ ഉള്ള ഇവിടെ? ഇവിടെ എന്തോന്നിട്ട് അൽഫാം കിട്ടുമോ? കാട്ടില് നമ്മള് കലമാന്റെ പാലാണ് കുടിക്കാറ്. ഇവിടെ കലമാന്റെ പാല് കിട്ടൂല, കമലമ്മേരെ വീട്ടിൽ നിന്നാണ് പാല് കൊണ്ടുവരുന്നത്. വേണേ അത് വെച്ച് 1 ഗ്ലാസ് ചായ ഞാൻ ഇട്ട് തരാം. ഏതെങ്കിലും കലക്കിത്താ. ഓ പൊന്നേ, ആ വൈശാലി ആണെങ്കിൽ കാണാനും ഇല്ല. യാഗം നടത്തുന്നവരെ ചെയ്യ് മഴ പെയ്യ്ക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ ബഹളം വെച്ച് നിന്ന്. ഇത് കഴിഞ്ഞപ്പോ അവളെ കാര്യം നോക്കിപ്പോയി. കാട്ടിലൊക്കെ എങ്ങനെയാണ്? എന്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ കാലിൽ നോക്കി സംസാരിക്കൂ? അതല്ലെന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞതേ, നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയാം. ചായ കുടി. പിന്നെ ഇവിടെ എങ്ങും ആരെയും കാണാനില്ല, തിരക്കില്ലല്ലേ കടയില്? കടയിൽ പൊതുവെ ഇപ്പൊ ആളൊന്നും വരാറില്ല, എല്ലാവർക്കും അങ്ങ് പരാതി. എന്താ പരാതി? എനിക്ക് വൃത്തിയില്ല പോലും. പിടിച്ചേ വൃത്തിയില്ലായ്മയ്ക്കുള്ള 1ാം സമ്മാനം ഇരിക്കട്ടെ, അങ്ങോട്ട് മാറ്റി. അതൊക്കെ പോട്ട്, എന്ത് കറങ്ങി തിരിഞ്ഞ് എന്റെ കടയിലോട്ട് വന്നത്? വൈശാലി എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന്, അറിയാലോ? അറിയാം. ഈ വൈശാലി എന്നെ അവിടെ വന്ന് വിളിച്ചോണ്ട് നേരെ യാഗത്തിന് കൊണ്ടുവന്ന് യാഗം നടത്തുന്നത് വരെ ഭയങ്കര കാര്യം. കമ്മിറ്റിക്കാരെല്ലാം നിരന്ന് നിന്നിട്ട് യാഗം ചെയ്യും, മഴയില്ല, യാഗം ചെയ്യും, ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. ഞാൻ ഈ മഴ പെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പം ഈ വൈശാലിയും കാണാനില്ല, കമ്മിറ്റിക്കാരെയും കാണാനില്ല. 2 കരിമ്പും തണ്ടും 4 ബലൂണും മാത്രം യാഗശാലയിൽ. ഞാൻ പിന്നെ എങ്ങനെ ഇനി കാട്ടിലേക്ക് പോകും? നീ കാട്ടിൽ നിന്നല്ലേ ഇങ്ങോട്ട് വന്നത്? അപ്പൊ ഈ വന്ന വഴിക്ക് വഴി നോക്കി വെക്കണമായിരുന്നു തിരിച്ചു പോകാനുള്ളത്. ഞാൻ വന്നത് ആരെ പിറകെന്നറിയാവോ? വൈശാലിയുടെ പിറകെയാണ്. മാമൻ പിറകെ ഒന്ന് നടന്നു നോക്കണം. തിക്കട വിടും. എന്റെ പൊന്നേ, ഞാൻ മലനിരകളൊക്കെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പുപ്പന്താടി പറഞ്ഞു വരൂലേ, അതുപോലെയാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. എനിക്ക് അറിയാൻ പറ്റാതായി പോയി. ഋഷിശൃംഗന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മയില്ല. അയ്യോ, അമ്മയില്ലേ? അമ്മ അതായത് എന്നെ ഒരു മാൻ പെറ്റതാണ്. അപ്പം നിങ്ങളാണോ മാൻപറ്റ അപ്പുമാഷ്? അയ്യോ അതല്ല, എന്നെ ഒരു മാനാണ് പ്രസവിച്ചതെന്ന്. അതൊക്കെ ചുമ്മാ. അച്ഛനെ പിടിച്ച് നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്ത് ആളെ കിട്ടും. ആണല്ലേ? അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ അങ്ങനെ കിട്ടും. പക്ഷെ അച്ഛനെ സമയത്ത് കിട്ടില്ല. അതെന്ത്? അച്ഛന് ജോലി തിരക്ക്. അച്ഛൻ എന്തോ ജോലി? അച്ഛൻ ഈ തപസിന്റെ അംബാസിഡർ അല്ലേ? ഒരു ലോഡ് തപസൊക്കെ ഹോൾസെയിൽ ആയിട്ട് എടുത്തോണ്ട് വന്നിട്ട് പുള്ളി ഒറ്റക്കാലിൽ ഒറ്റ നിപ്പാണ്. എന്നിട്ട് തപസ് ചെയ്യും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അച്ഛനെ വെച്ചുള്ള സഹവാസം വിട്ടിട്ട് കുറച്ച് കൂട്ടുകാരായിട്ട് കൂടി നടന്നാ പോരെ? കൂട്ടുകാരുണ്ട്, മാനും മയിലും ഒക്കെ അല്ല എന്റെ കൂട്ടുകാർ. അവരുമായിട്ടാണ് ഞാൻ കളിക്കുന്നത്. അവരുമായിട്ട് എന്ത് കളിയാ കളിക്കുന്നത്? പബ്ജി. കാട്ടില് മാനുമായിട്ട് എന്ത് കളി കളിക്കാന്? കിടന്ന് ഓടും ചാടും, അതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ചായ തന്നതിന് നന്ദിയുണ്ട്, ഞാനെന്നാ അങ്ങോട്ട് പൊക്കോട്ടെ. എന്നും മമ്മൂട്ടി കളിക്കാതെ എന്റെ ചായയുടെ പൈസ കാട്ടിൽ ചായ കുടിച്ചാ പൈസ ഒന്നും കൊടുക്കൂല, പ്ലാവല പറക്കേ കൊടുക്കൂ. നിന്റെ പ്ലാവല വാങ്ങിച്ചാൽ ഞാനാണ് നിന്റെ മുട്ടനാണ്. അല്ലെന്ന്, എനിക്ക് അങ്ങനെ ശീലമില്ല. ശീലമില്ലെന്ന് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് എന്റെ ചായയുടെ പൈസ കിട്ടണം. പൈസ ഇല്ല, എന്റെ പൈസ ഇല്ല. പോയി വെള്ളം എടുത്തോണ്ട് വേടാ. ഈ മഴ മൊത്തം പെയ്യിപ്പിച്ചിട്ട് ഞാൻ ഒരു കുടം വെള്ളം കോരാൻ വേണ്ടി താഴെ പോകണമെന്നാ. പോയി വെള്ളം എടുത്തോണ്ട് വേടാ. യാഗവും കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾ വരുന്ന വഴിയാണ്. ഞാൻ ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ്, എന്നെ കണ്ടു കഴിഞ്ഞാൽ നാണ